നാട്ടിൽ നിന്ന് ആര് വരണുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ പറഞ്ഞിരുന്ന ബീഫ് ചെയ്യുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഞാനതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉമ്മാനോട്, നിങ്ങളൊന്നും നോക്കണ്ട, എനിക്കൊരു 5 കിലോ വലിയുള്ളി വാങ്ങി കൊടുത്തയച്ച കളിയായിരുന്നു. അങ്ങനെ ഉമ്മ വാങ്ങി കൊടുത്തയച്ച ഉള്ളിയേട്ടാ, കാണാൻ നല്ല ചുറുക്കുള്ള ഉള്ളികൾ. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ചുറുക്കുള്ള ഉള്ളികൾ ഇവിടെ കണ്ടിട്ടില്ല കേട്ടാ. നമ്മളിവിടെ 1 ദിറംസിനും 2 ദിറംസിനൊക്കെ വാങ്ങിയുന്ന വലിയുള്ളിയാണ് ഇപ്പോൾ 10-12 ദിറംസൊക്കെ അയക്കണത്. കാണാനാണെങ്കിൽ ഒരു മെജയില്ലാത്ത ഉള്ളിയാണ് ഇപ്പോൾ കിട്ടണത്. മുളച്ചതും ചീഞ്ഞതും ഒരു ടേസ്റ്റും ഇല്ലല്ലോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമുക്കാണെങ്കിൽ നേരം വെളുത്ത് കിച്ചണിൽ നിന്ന് ഇതുണ്ട് രാവിലെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ 2 വലിയുള്ളി നിർബന്ധമാണ്. പിന്നെ അടുത്ത മാസം ഞങ്ങൾ നാട്ടിൽ പോണതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വലിയുള്ളി വാങ്ങി കൊടുത്തയക്കാൻ പറഞ്ഞും ചെയ്തത്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട അല്ലറ ചില്ലറ പല ഐറ്റം മുട്ടായികളും ഉണ്ടായിരുന്നു. പിന്നെ ചക്കര ജിലേബിയും പഞ്ചാര ജിലേബിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടാക്കിയ. പിന്നെ പൊരി